ഇന്നത്തെ തിരുവരങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇന്ന് അബ്രാഹത്തെ ദൈവം വിളിക്കുന്നതും അബ്രാഹാം കാനാൻ ദേശത്തേക്കും അവിടുന്ന് ഈജിപ്തിലേക്കും പോകുമ്പോൾ എങ്ങനെയൊക്കെയാണ് ദൈവം അബ്രാഹത്തെ നയിക്കുന്നത് എന്ന ഭാഗമാണ് പഠിക്കേണ്ടത്. നമുക്കൊന്ന് പ്രാർത്ഥിച്ചിട്ട് പഠിക്കാൻ തുടങ്ങാം. എല്ലാ മക്കളും കൈകൾ കൂപ്പി കണ്ണുകൾ അടച്ച് ഈശോയെ മനസ്സിൽ കണ്ടേ. ഈശോയെ, അങ്ങയുടെ വചനങ്ങൾ മനസ്സിലാക്കുവാനും ഗ്രഹിക്കുവാനും അത് പഠിക്കുവാനും കൂടുതൽ കൂടുതൽ ബൈബിൾ വായിക്കുവാനുമുള്ള ആഗ്രഹം അങ്ങ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. യേശുനാഥ, ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് ജീവിച്ച അബ്രാഹത്തിനെ ഞങ്ങളും പഠിക്കുവാനും അനുകരിക്കുവാനും ഞങ്ങളുടെ ജീവിത മാതൃകയാക്കുവാനും വേണ്ട കൃപ അങ്ങ് ഞങ്ങൾക്ക് നൽകണമേ. അബ്രാഹാം ദൈവത്തെ അനുസരിച്ചതുപോലെ ഇന്ന് ദൈവകൽപ്പന അനുസരിക്കുവാനും ഈശോ സുവിശേഷത്തിലൂടെ ഞങ്ങളോട് അരുളി ചെയ്യുന്നത് അനുസരിച്ച് അങ്ങേക്ക് ഇഷ്ടപ്പെട്ട മക്കളായി ജീവിക്കുവാനും വേണ്ട വലിയ കൃപ അങ്ങ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാം. ഇന്ന് നമ്മൾ പഠിക്കുന്നത് അബ്രാഹത്തെ ദൈവം വിളിച്ചു. 12-ാം അധ്യായത്തിലൂടെ നമ്മൾ ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം അബ്രാഹത്തെ വിളിക്കുക, എന്നിട്ട് പറയുക, ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് നീ പോകണം. നീ താമസിക്കുന്ന ഹാരാൻ നാട്ടിലാണ്. ഈ ഹാരാൻ നാട്ടിൽ നിന്നും നീ കാനാൻ ദേശത്തേക്ക് പോകണം. ഓ, അബ്രാഹാം വിചാരിച്ചു, കാനാൻ ദേശത്തേക്ക് ഞാൻ പോകുകയോ? എന്തായാലും ദൈവം പറഞ്ഞതാ. അബ്രാഹത്തിന് ഒരേ ഒരു സ്വഭാവമാണ് ഉള്ളത്. ദൈവം എന്ത് കൽപ്പിക്കുന്നോ അതങ്ങ് അനുസരിക്കുക. അതിൻ്റെ അപ്പുറവും ഇപ്പുറവും നോക്കാറില്ല. എന്തൊക്കെ സംഭവിക്കും, എന്തൊക്കെ നഷ്ടം വരും, എന്തൊക്കെ ലാഭം ഉണ്ടാകും, ഇതൊന്നും അബ്രാഹം നോക്കുന്നതായിട്ട് നമുക്ക് ബൈബിളിൽ കാണാൻ പറ്റുന്നില്ല. ദൈവം പറഞ്ഞു, അനുസരിച്ചു. അബ്രാഹാം സാറായെയും കൂട്ടിക്കൊണ്ട് ഹാരാൻ നാട്ടിൽ നിന്ന് കാനാൻ ദേശത്തേക്ക് പോവുക. അപ്പോൾ ഒരു സഹോദരപുത്രനുണ്ട്, ലോത്ത്. ലോത്തിനോട് ഈ കാര്യം പറഞ്ഞപ്പോൾ ലോത്ത് പറഞ്ഞു, ഞാനും പോരാ. ഇവർക്ക് വലിയ പരിചയമൊന്നുമില്ലാത്ത നാടാണ് കാനാൻ ദേശം. എന്തായാലും അബ്രാഹാം പോകുമല്ലേ, എന്നാൽ ഞാനും പോന്നേക്കാം എന്നും പറഞ്ഞുകൊണ്ട് ലോത്തിൻ്റെ കുടുംബവും വസ്തുവകകളും എല്ലാം ഉണ്ട്. അബ്രാഹത്തിൻ്റെ കുടുംബം വസ്തുവകകൾ എല്ലാം ഉണ്ട്. ഇവരെല്ലാമായിട്ട് ഈ ഹാരാൻ നാട്ടിൽ നിന്നും ഏത് ദേശത്തേക്കാണ് പോവുക? അങ്ങനെ കാനാൻ ദേശത്തേക്ക് പോയി. ലോത്ത് തന്നെ നോക്കി, നല്ല പ്രദേശമാണല്ലോ, ദൈവം കാണിച്ചു തരുന്ന പ്രദേശം നല്ലതാ, ഇവിടെ താമസിക്കുക. അവർക്ക് സന്തോഷമായി. അങ്ങനെ അവർ അവിടെ ഒരു താവളം മേടിച്ചെന്നാണ് വചനം പറയുന്നത്. അവർ താവളം മേടിച്ചെന്ന് വെച്ചാൽ വീടുണ്ടാക്കി താമസിച്ചു. അങ്ങനെ അവർ മുന്നോട്ട് പോവുക. അങ്ങനെ താമസിച്ചു കഴിഞ്ഞപ്പോൾ ഈ കാനാൻ ദേശത്തൊരു വലിയ ക്ഷാമം ഉണ്ടായി. അപ്പോൾ അബ്രാഹാം വിചാരിച്ചു, ഇനി എന്താ ചെയ്യുക? അപ്പോൾ ദൈവത്തിൻ്റെ അരുളപ്പാടനുസരിച്ച് പിന്നെ നോക്കുക. അങ്ങനെ അവിടെ ഒന്നുമില്ല. ലോത്ത് ഒരു ദിവസം പുറത്തേക്ക് ഇറങ്ങി നോക്കി, അവിടെ ഭക്ഷിക്കാനൊന്നും ഒന്നുമില്ലെന്ന് മനസ്സിലാക്കി ജനമെല്ലാം ഈ നാട്ടിൽ നിന്നും ഈജിപ്തിലേക്ക് പോവുകയെന്ന് പറഞ്ഞു. അപ്പോൾ ലോത്ത് വന്ന് പറഞ്ഞു, എല്ലാവരും ഈജിപ്തിലേക്ക് പോവുക. എന്നാൽ ശരി, അവർ കൂട്ടായൊരു തീരുമാനം എടുത്തു, നമുക്കും ഈജിപ്തിലേക്ക് പോകാം. അവിടെ ആകുമ്പം ധാരാളം സമ്പത്തൊക്കെ ഉണ്ട്, നമുക്ക് പട്ടിണി കിടക്കാതിരിക്കാം. അങ്ങനെ എല്ലാവരുടെ കൂടെ അബ്രാഹവും ലോത്തും എല്ലാം ഈജിപ്തിലേക്ക് പോവുക. അപ്പോൾ ലോത്ത് പോകാനായിട്ട് തീരുമാനിച്ചു. പക്ഷെ അബ്രാഹാം ഒരു കാര്യം ചിന്തിച്ചു. കാരണം തൻ്റെ ഭാര്യ സാറ സുന്ദരിയാണ്. ഞാൻ ഈജിപ്തിൽ ചെന്ന് കഴിയുമ്പോൾ എന്നെ അവർ കൊന്നിട്ട് സാറായി അവർ ഭാര്യയായിട്ട് എടുക്കുമോ എന്ന ഒരു ഭയം അബ്രാഹത്തിന് തോന്നി. അതുകൊണ്ട് അബ്രാഹാം വന്ന് സാറായോട് ഈ കാര്യം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നീ ആരാണെന്ന് ചോദിച്ചാൽ എൻ്റെ സഹോദരിയാണെന്ന് അങ്ങ് പറഞ്ഞേക്കണം. ആര് ചോദിച്ചാലും നീ എൻ്റെ സഹോദരിയാണെന്ന് പറഞ്ഞേക്കാം, അല്ലെങ്കിൽ നിന്നെ പ്രതി അവരെന്നെ വധിച്ചു കളയും. സാറായി ഓർത്തു, ശരിയാ, അത് ചിലപ്പോൾ സംഭവിക്കാൻ കാര്യമുണ്ട്. അങ്ങനെ അവർ ഈജിപ്ത് നാട്ടിൽ ചെന്നു. അപ്പോൾ ഈജിപ്തിൻ്റെ രാജാവ് പറഞ്ഞു, ഇതുപോലെ ഒരു സുന്ദരിയായ ഒരു സ്ത്രീയും അവളുടെ സഹോദരനും നമ്മുടെ നാട്ടിലേക്ക് പാർക്കാൻ വന്നിട്ടുണ്ട് എന്ന്. അങ്ങനെ രാജാവ് സാറായെ കണ്ടപ്പോൾ രാജാവ് വിചാരിച്ചിരിക്കുന്നത് ഇവൻ്റെ സഹോദരിയാണെന്നാ അല്ലേ. അപ്പോൾ രാജാവ് പറഞ്ഞു, ഓ, നിൻ്റെ സഹോദരി എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ടു, അവൾ സുന്ദരിയാണ്. അന്നത്തെ കാലത്ത് രാജാക്കന്മാർക്ക് എത്ര ഭാര്യമാർ വേണേലും ഉണ്ട്. രാജാവിൻ്റെ ഭാര്യയാകുക എന്ന് പറയുന്നത്
ഏറ്റവും വലിയൊരു കാര്യമായിട്ടാണ് അന്ന് ജനം കണ്ടിരുന്നത്. അതൊരു വലിയ അംഗീകാരമായിട്ടാണ്. അതല്ലാതെ ഒരു രാജ്ഞിയുണ്ട് മറ്റൊരു രാജ്ഞി പാടില്ല അങ്ങനെയൊന്നുമില്ല. സന്തോഷമാണ്. രാജാവിന് ഇഷ്ടപ്പെടാൻ, രാജാവിൻ്റെ ഭാര്യയാകാൻ വേണ്ടി അന്നത്തെ സ്ത്രീകളൊക്കെ പ്രത്യേകതരമായ വസ്ത്രങ്ങളും അലങ്കാരങ്ങളും ഒക്കെ അന്വേഷിച്ച് പോവുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുമായിരുന്നു. അപ്പോൾ രാജാവിന് ഇഷ്ടപ്പെട്ട ഒരാളായി മാറുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അങ്ങനെ രാജാവ് പറഞ്ഞു, നിൻ്റെ സഹോദരിയെ എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ടു, ഇവളെ പ്രതി ധാരാളം സമ്പത്തുകളെല്ലാം അബ്രാഹത്തിനും കൊടുത്തു. അങ്ങനെ സാറ രാജകൊട്ടാരത്തിൽ താമസമാക്കി. പക്ഷേ ഈ നിമിഷം മുതൽ രാജാവിനെയും രാജാവിൻ്റെ കുടുംബത്തെയും മഹാമാരികളാൽ കർത്താവ് പീഡിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ മഹാമാരികളാൽ പീഡിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ എന്താ ഇതിൻ്റെ കാര്യം എന്ന് അന്വേഷിക്കാൻ തുടങ്ങി. അങ്ങനെ ഇതിൻ്റെ കാര്യം, രാജാവ് അനുഭവിക്കുന്ന ഈ ദുഃഖത്തിനും സങ്കടത്തിനും മഹാമാരികൾക്കും കാരണം അന്വേഷിച്ച് ചെന്നപ്പോഴാണ് പതുക്കെ ഓരോരുത്തർ പറയാൻ തുടങ്ങി, രാജാവ് സാറായെ തൻ്റെ കൊട്ടാരത്തിൽ താമസമാക്കിയിട്ടുണ്ട്, അത് അബ്രാഹത്തിൻ്റെ ഭാര്യയാണെന്നുള്ള ഒരു അടക്കി സംസാരം കൊട്ടാരത്തിലും പരിസരത്തിലും എല്ലാം അറിഞ്ഞു. അങ്ങനെ അത് രാജാവിൻ്റെ ചെവിയിലും ചെന്നു. രാജാവ് ഇത് കേട്ട് വേഗം അബ്രാഹത്തെ വിളിച്ചു. നീ നിൻ്റെ ഭാര്യയാണോ അത്? ഞാനിങ്ങനെ കേട്ടു, സത്യമാണോ? നീ എന്ത് ചെയ്ത് നിൻ്റെ ഭാര്യയാണെന്ന് എന്നോട് പറയാത്തത്? അതുകൊണ്ട് സഹോദരിയാണെന്നോർത്തുണ്ടല്ലേ ഞാൻ അവളെ കൊട്ടാരത്തിൽ താമസിപ്പിച്ചിരിക്കുന്നത്. അബ്രാഹാം പറഞ്ഞു, മഹാരാജാവേ, അവളെ പ്രതി എന്നെ വധിച്ചെങ്കിലോ എന്ന് പേടിച്ചാണ് ഞാൻ അങ്ങനെ ചെയ്തത്. രാജാവ് വേഗം സേവകന്മാരെ വിളിച്ചു. ഇവർക്ക് വേണ്ടതായ സമ്പത്തും ആടുമാടുകളും എല്ലാം ധാരാളമായിട്ട് കൊടുക്കുക. ഇവനെ ആരും ഉപദ്രവിക്കാൻ പാടില്ല. ഇവനെ പ്രതിയാണ് ദൈവം എന്നെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, മഹാമാരികളെ അയച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇവന് സുരക്ഷിതമായിട്ട് നാട് വിട്ടു പോകാനായിട്ടുള്ള സംവിധാനങ്ങളെല്ലാം ചെയ്തു കൊടുക്കാൻ പറഞ്ഞ് അവനും അവൻ്റെ ഭാര്യയ്ക്കും ആവശ്യമായ സുരക്ഷിതത്വം നൽകി എല്ലാവിധത്തിലുള്ള സംരക്ഷണവും നൽകുവാൻ കർത്താവ് ഇടയാക്കി. ഇവിടെയാണ് നമുക്ക് നോക്കേണ്ടത്. മനുഷ്യ കരങ്ങൾക്കപ്പുറം ദൈവത്തിൻ്റെ കരത്തിനും ദൈവത്തിൽ ആശ്രയം അർപ്പിക്കുവാനും എന്ന് നമ്മൾ മനസ്സ് കാണിക്കുന്നുവോ അവിടെ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. അതാണ് ഇന്നത്തെ ഈ തിരുവരങ്ങിൽ നാം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഒരു സ്കിറ്റായിട്ട് കളിക്കാൻ പറ്റുമോ? നമ്മുടെ കുട്ടികൾ കളിക്കുന്ന സ്കിറ്റ് നമുക്കിപ്പോൾ ആസ്വദിക്കാം. അബ്രാഹാം, നീ നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോകുക. ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും. നിന്നെ ഞാൻ അനുഗ്രഹിക്കും. നിന്റെ പേര് ഞാൻ മഹത്വപ്പെടുത്തും. അങ്ങനെ നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും. നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും. നിന്നിലൂടെ ഭൂമുഖത്തെ വംശങ്ങളെല്ലാം അനുഗ്രഹീതമാകും. സാറായി, സാറായി, നാദാ, അങ്ങ് വിളിച്ചോ? വിളിച്ചു. ദൈവത്തിന്റെ അരുളപ്പാടനുസരിച്ച് മാത്രമേ എനിക്ക് ജീവിക്കാനാവൂ എന്ന് നിനക്കറിയാമല്ലോ. അറിയാം. അങ്ങ്
ദൈവത്തിന്റെ അരുളപ്പാട് ഒന്നും ധിക്കരിച്ചിട്ടില്ലല്ലോ. പറയൂ, എന്താണ് അങ്ങയുടെ മനസ്സിനെ അലട്ടുന്നത്? സാറായി, നാം ഈ ഹാരാനിൽ നിന്നും പോകേണ്ടിയിരിക്കുന്നു. നമ്മുടെ സമ്പത്തും സ്നേഹിതരും ബന്ധുക്കളും എല്ലാം ഈ ഹാരാനിലല്ലേ? ഇവിടം വിട്ട് എങ്ങോട്ട് പോകണമെന്നാണ് അങ്ങ് പറയുന്നത്? ഞാൻ പറയുന്നതല്ല, ദൈവമായ കർത്താവ് എന്നോട് പറയുന്നതാണ്. നാഥ, അങ്ങ് തുറന്നു പറയൂ. കർത്താവ് എന്താണ് അങ്ങയോട് പറഞ്ഞത്? ഈ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് കാനാൻ നാട്ടിലേക്ക് പോകണം. കാനാൻ ദേശത്തോ? അവിടെ അങ്ങയുടെ ബന്ധുക്കൾ ആരുമില്ലല്ലോ. ആരും ഒരു തുണയില്ലാതെ. ആരും തുണയില്ലെന്നോ? നീ എന്താണ് ഈ പറയുന്നത്? എന്റെ തുണയും ആശ്രയവും എല്ലാം ദൈവമായ കർത്താവ് മാത്രമാണ്. മറ്റുള്ളവയെല്ലാം നശ്വരമാണ്. അത് സത്യമാണ്. കർത്താവ് നമ്മളോട് അരുൾ ചെയ്തതുപോലെ നമുക്ക് പ്രവർത്തിക്കാം. ഇതെന്താ രണ്ടുപേരും കാര്യമായി ആലോചിക്കുന്നത്? ആ ലോത്ത്, വരൂ, ഇരിക്കൂ. സാറായി, കുടിക്കാനെടുക്കൂ. ലോത്ത്, നീ എന്റെ സഹോദരപുത്രനാണെങ്കിലും നീ എനിക്ക് സ്വന്തം സഹോദരനെ പോലെയാണ്. അതെന്താ ഇപ്പോൾ ഒരു പുതിയ തിരിച്ചറിവ് പോലെ? അതല്ല ലോത്ത്, കാര്യം ഒരല്പം ഗൗരവമുള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ. കൂടുതൽ മുഖവരെയൊന്നും വേണ്ട. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങ് പറ. എന്നെ കൊണ്ടാവുന്നതാണെങ്കിൽ ഞാൻ ചെയ്തു തരാം. അതല്ല ലോത്ത്, നാം ഈ ഹാരാനിൽ നിന്നും പോകേണ്ടിയിരിക്കുന്നു. എനിക്ക് മനസ്സിലാകുന്നില്ല, തെളിച്ചു പറ. ഈ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് പിതൃഭവനത്തെ വിട്ട് കാനാൻ നാട്ടിലേക്ക് പോകണം. അബ്രാം, എന്നിട്ട് നീ എന്തു തീരുമാനിച്ചു? എന്ത് തീരുമാനിക്കാൻ? പോകാൻ തന്നെ തീരുമാനിച്ചു. സാറായി, ഞാൻ എന്താണ് കേൾക്കുന്നത്? കർത്താവ് അരുൾ ചെയ്യുന്നത് നാം അനുസരിക്കണം. ഞങ്ങൾ ഉടനെ തന്നെ പുറപ്പെടുകയാണ്. അതേ ലോത്ത്, ഞങ്ങൾ ഞങ്ങളുടെ സ്വത്തും ആളുകളുമായി ഉടൻ തന്നെ പുറപ്പെടുകയാണ്. അബ്രാം, എങ്കിൽ ഞാനും നിന്റെ കൂടെ വരാം. ലോത്ത്, എങ്കിൽ നീ പോയി നിന്റെ സ്വത്തും ആളുകളെയും യാത്രയ്ക്ക് തയ്യാറാക്കുക. നമുക്ക് ഉടൻ തന്നെ പുറപ്പെടണം. ശരി, ഞാൻ അങ്ങനെ ചെയ്യാം. അബ്രാം, ഏതായാലും നാം കാരാദേശത്തെത്തി. ഇനി അല്പം വിശ്രമിച്ചിട്ടാകാം. സാറായി, ലോത്ത്, നിങ്ങൾ വിശ്രമിക്കുക. എന്റെ സന്തതികൾക്ക് നൽകുമെന്ന് ദൈവം വാഗ്ദാനം ചെയ്ത ഈ കാനാൻ ദേശത്തെ ഞാനൊന്ന് ചുറ്റി കാണട്ടെ. ഇവിടെ എനിക്ക് കർത്താവിനായി ഒരു ബലിപീഠം പണിയണം. എത്ര നല്ല ദേശം! അതാ അവിടെ
ബഥേലിന് കിഴക്കും ആയിക്ക് പടിഞ്ഞാറുമായി നമുക്ക് താവളം അടിക്കാം. ആ, എത്ര നല്ല ദേശം! കർത്താവ് കാണിച്ചെന്ന ഈ സ്ഥലം എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ടു. എനിക്കും ഏറെ ഇഷ്ടമായി. നമുക്ക് അവിടെ താവളം പഠിക്കാം. എങ്കിൽ വരൂ, നമുക്ക് താവളം ശരിയാക്കാം. അബ്രാം, സാറായി, നിങ്ങൾ ഏറെ ക്ഷീണിച്ചിരിക്കുന്നു. നിങ്ങൾ വിശ്രമിക്കൂ, ഞാൻ താവളം ശരിയാക്കാം. സാറായി, നോക്കൂ, എത്ര നല്ല ദേശം! ദൈവത്തിന്റെ വലിയ പരിപാലനം. ശരിയാണ്, കർത്താവ് അങ്ങേ അത്രയധികമായി അനുഗ്രഹിച്ചിരിക്കുന്നു. അബ്രാം, അബ്രാം, ആ ലോത്ത്, പോയ കാര്യം എന്തായി? വല്ലതും കിട്ടിയോ? ഒന്നും കിട്ടിയില്ല. ഇവിടെ കടുത്ത ക്ഷാമം വന്നിരിക്കുന്നു. എല്ലാവരും ഈജിപ്തിലേക്ക് പോവുകയാണ്. പോയ കാര്യം എന്തായി? എന്തെങ്കിലും കിട്ടിയോ? ഒന്നും കിട്ടിയില്ല. എങ്കിൽ നമുക്കും ഈജിപ്തിലേക്ക് പോകാം. ലോത്ത്, നീ പോയി നമ്മുടെ ആടുമാടുകളെയും ആളുകളെയും യാത്രയ്ക്ക് തയ്യാറാക്കുക. നമുക്ക് ഉടൻ തന്നെ പുറപ്പെടണം. ശരി, ഞാൻ അങ്ങനെ ചെയ്യാം. സാറായി, നീ കാണാൻ അഴകുള്ളവളാണ്. അതുകൊണ്ട് ഈജിപ്തിൽ ചെല്ലുമ്പോൾ ഈജിപ്തുകാർ പറയും നീ എൻ്റെ ഭാര്യയാണ്. അതുകൊണ്ട് എന്നെ കൊന്നിട്ട് നിന്നെ സ്വന്തമാക്കാമെന്ന്. നീ മൂലം ഞാൻ മരിക്കേണ്ടി വരും. നീ മൂലം എനിക്ക് ആപത്ത് വരാതിരിക്കാൻ നീ എൻ്റെ സഹോദരിയാണെന്ന് പറയണം. ശരിയാണ്, എന്നെ പ്രതി അങ്ങേ അവർ വധിച്ചേക്കും. നാം ഈജിപ്ത്യൻ പരദേശികളാണല്ലോ. അതുകൊണ്ട് ഞാൻ അങ്ങയുടെ സഹോദരി ആണെന്ന് തന്നെ പറഞ്ഞുകൊള്ളാം. കർത്താവ് നമ്മെ സംരക്ഷിക്കട്ടെ. പറവോ രാജാവ്, നീണാൽ വാഴട്ടെ. എന്ത് വേണം? സൈന്യാധിപൻ അങ്ങേ മുഖം കാണിക്കുവാൻ എത്തിയിരിക്കുന്നു. കടന്നു വരാൻ പറയും. ശരി മഹാരാജൻ. മഹാരാജാവ് നീണാൾ വാഴട്ടെ. ഓ, സൈന്യാധിപനോ? എന്ത് വേണം? ഒരു സന്തോഷ വാർത്തയുണ്ട്. സന്തോഷ വാർത്തയോ? എന്താണത്? പറയൂ, നാം കേൾക്കട്ടെ. കാനാൻ ദേശത്ത് ക്ഷാമമായതിനാൽ അവിടെ നിന്നും ഒരു സഹോദരനും ഒരു സഹോദരിയും നമ്മുടെ നാട്ടിലേക്ക് വന്നിരിക്കുന്നു. ഓ, അതാണോ കാര്യം? ധാരാളം പേർക്ക് നാം അഭയം കൊടുക്കുന്നുണ്ടല്ലോ. അവർക്കും അഭയം കൊടുത്തുകൊള്ളുക. അതല്ല മഹാരാജൻ, അവൾ അതീവ സുന്ദരിയാണ്. നമ്മുടെ ഈജിപ്ത് ദേശത്ത് അത്രയും സൗന്ദര്യമുള്ള മറ്റൊരു സ്ത്രീയുമില്ല. എങ്കിൽ അവരെ കൊട്ടാരത്തിലേക്ക് അനയിക്കുക. ഞാൻ അവരെ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങ് അനുവദിച്ചാൽ അവരെ അങ്ങയുടെ മുമ്പിൽ ഹാജരാക്കാം. ഓഹോ, സൈന്യാധിപൻ, അങ്ങ് എന്നും എനിക്ക് വിശ്വസ്തനും പ്രിയങ്കരനും തന്നെ. ഞാൻ അവരെ അങ്ങയുടെ മുമ്പിൽ ഹാജരാക്കാം. അങ്ങനെയാകട്ടെ. മഹാരാജാവ് നീണാൾ വാഴട്ടെ. ആരാണവർ? ഇവർ ക്ഷാമം മൂലം കാനാൻ നാട്ടിൽ നിന്നും നമ്മുടെ നാട്ടിലേക്ക് അഭയം പ്രാപിക്കാനെത്തിയ സഹോദരി സഹോദരന്മാരാണ്. ഓഹോ, ഇവർക്ക് നമ്മുടെ കൊട്ടാരത്തിൽ തന്നെ വാസമൊരുക്കുക. അബ്രാം, നിന്റെ സഹോദരി ഏറെ സുന്ദരിയായിരിക്കുന്നു. നമുക്കവളെ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് നീയും നമ്മുടെ പ്രീതി നേടിയിരിക്കുന്നു.
ഇവന് നമ്മുടെ കൊട്ടാരത്തിലെ പ്രഭുക്കന്മാർക്കുള്ള എല്ലാ ആനുകൂല്യങ്ങളും ഇവന് നൽകുക. ആടുകൾ, കഴുതുകൾ, ഒട്ടകങ്ങൾ, കാളകൾ, വേലക്കാർ, വേലക്കാരികൾ എന്നിവയെല്ലാം ആവശ്യത്തിന് നൽകുക. ശരി മഹാരാജൻ. എന്റെ ഭാര്യമാർക്കുള്ള എല്ലാ ആനുകൂല്യങ്ങളും സൗകര്യങ്ങളും ഇവൾക്ക് നൽകുക. ശരി മഹാരാജൻ. എങ്കിൽ ഇവരെ കൊട്ടാരത്തിലേക്ക് അന്വേഷിച്ച് ഇന്ന് നമ്മോടൊപ്പം വിരുന്നൊരുക്കുക. ശരി മഹാരാജൻ. വരൂ. വന്ദനം സൈന്യാധിപൻ. വന്ദനം. അങ്ങ് എന്തിനാണ് എന്നെ കാണണമെന്ന് പറഞ്ഞത്? വരൂ, ഇരിക്കൂ. അങ്ങ് എന്താണ് ഇത്ര വിഷണ്ണനായിരിക്കുന്നത്? രാജ്യത്ത് എന്തെങ്കിലും അനർത്ഥം? ഉണ്ട്. അത് പറയുവാനാണ് ഞാൻ വിളിച്ചത്. ആ കാനാൻ നാട്ടിൽ നിന്നും വന്ന അബ്രാമും അവന്റെ സഹോദരി സാറായുമില്ലേ? അതീവ സുന്ദരിയും സുശീലയുമായ സാറായി. അവളിൽ രാജാവ് സംപ്രീതനാണല്ലോ. അവളെ പ്രതി അവളുടെ സഹോദരന് ഏറെ സമ്മാനങ്ങളും രാജാവ് നൽകിയില്ലേ? അതെ, അത് തന്നെ. അതിനെന്താണ് ഇപ്പോൾ പ്രശ്നം? അവർ വന്നതിൽ പിന്നെ ഫറവോയെയും കുടുംബത്തെയും കർത്താവ് മഹാമാരികളാൽ പീഡിപ്പിക്കുന്നു. കർത്താവിന്റെ കോപം ഫറവോ രാജാവിന്റെ കുടുംബത്തിന്മേൽ വരാൻ കർത്താവിന് അനിഷ്ടകരമായി ഫറവോ രാജാവ് ഒന്നും ചെയ്തിട്ടില്ലല്ലോ. അങ്ങനെ തന്നെയാണ് ഞാനും കരുതിയത്. പക്ഷേ പിന്നീടാണ് അറിയാൻ സാധിച്ചത് സാറായി അവന്റെ സഹോദരിയല്ല, ഭാര്യയാണെന്ന്. എന്ത്? ഭാര്യയാണെന്നോ? എങ്കിൽ കർത്താവിന്റെ കോപത്തിനും മഹാമാരിക്കും അത് തന്നെയാണ് കാരണം. ഇനി നമ്മൾ എന്തു ചെയ്യും? അങ്ങ് സർവ്വസൈന്യാധിപനല്ലേ? അങ്ങ് തന്നെ എല്ലാ കാര്യങ്ങളും രാജാവിനോട് തുറന്നു പറയുക. സത്യം തിരിച്ചറിയുമ്പോൾ മഹാരാജാവ് അവളെ അവന് തന്നെ നൽകി കർത്താവിന്റെ വഴിയിലേക്ക് തിരികെ വരും. എങ്കിൽ എല്ലാം രാജാവിനോട് തുറന്നു പറയാം. സമയം കളയാതെ വേഗം പോകുക. ആരോട്? അടിയൻ മഹാരാജൻ. ആ കാനാദേശത്തു നിന്ന് വന്ന അബ്രാമിനെ നമ്മുടെ മുമ്പിൽ ഹാജരാക്കൂ. ശരി മഹാരാജൻ. മഹാരാജാവ് നീണാൽ വാഴട്ടെ. കാനാൻകാരൻ അബ്രാമിനെ അങ്ങയുടെ മുമ്പിൽ ഹാജരാക്കിയിരിക്കുന്നു. മഹാരാജാവ് നീണാൾ വാഴട്ടെ. അബ്രാം, നീ എന്തിനാണ് എന്നോട് കള്ളം പറഞ്ഞത്? താനായി നിന്റെ ഭാര്യയാണെന്ന് പറയാതിരുന്നത് എന്ത്? നിന്റെ സഹോദരിയാണെന്ന് പറഞ്ഞത് എന്തിനാണ്? സാറായി, ഇതാ നിന്റെ ഭാര്യ. ഇവളെയും കൊണ്ട് ഇന്ന് തന്നെ സ്ഥലം വിടുക. അങ്ങയുടെ സേവകന്മാർ എന്നെ വധിക്കുമോ എന്നെനിക്ക് പേടിയാണ്. അതുകൊണ്ടാണ് ഞാൻ അങ്ങയോട് കള്ളം പറഞ്ഞത്. സാറായിയെ പ്രതി കർത്താവ്
എന്റെ കുടുംബത്തെ പീഡിപ്പിക്കുന്നു. അതുകൊണ്ട് ഇവളെയും കൊണ്ട് ഇന്ന് തന്നെ സ്ഥലം വിടുക. ആളിവിടെ. മഹാരാജൻ, അബ്രാമിനും സാറായിക്കും നൽകാനുള്ള എല്ലാ വസ്തുക്കളും നൽകി ഇവരെ യാത്രയാക്കും. ശരി മഹാരാജൻ. അങ്ങയുടെ ഈ വലിയ മനസ്സിന് ഞങ്ങൾ എന്നും കടപ്പെട്ടിരിക്കുന്നു. അങ്ങയുടെ ആ വലിയ മനസ്സിന് നന്ദി. സ്കിറ്റ് കണ്ടോ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? നമ്മുടെ കൂട്ടുകാർ വളരെ ഭംഗിയായിട്ട് അത് അവതരിപ്പിച്ചു അല്ലേ? സാറായും ലോത്തും അബ്രാഹവും രാജാവും എല്ലാം നന്നായിട്ട് കളിച്ചു. ഈ സംഭവത്തിലൂടെ നമുക്ക് ഉൾക്കൊള്ളേണ്ട ഒരു സന്ദേശമുണ്ട്. ആ സന്ദേശം ഇതാണ്: ദൈവം പറയുന്നത് കേട്ട് നാട് വിട്ട് മറ്റൊരു നാട്ടിലേക്ക് പോകാൻ അബ്രാഹാം മനസ്സ് കാണിച്ചു. അബ്രാഹത്തിന് വല്ല കുഴപ്പമുണ്ടായോ? ഒരു കുഴപ്പമുണ്ടായില്ല. അനുഗ്രഹം മാത്രമേ കിട്ടിയുള്ളൂ. അങ്ങനെ അവിടുന്ന് മറ്റൊരു നാട്ടിലേക്ക്, അന്യ രാജാവിൻ്റെ നാട്ടിലേക്ക് അല്ലേ, തന്നെ കൊന്ന് തൻ്റെ ഭാര്യയെ സ്വന്തമാക്കുമോ എന്ന് പോലും പേടിച്ച ആ ഈജിപ്റ്റ് നാട്ടിലേക്ക് കടന്നു ചെന്നു. അവിടെയും അബ്രാഹത്തിന് ദൈവത്തിൻ്റെ കൃപ കണ്ടെത്താൻ സാധിച്ചില്ലേ? തൻ്റെ കൽപ്പന അനുസരിച്ച് പുറപ്പെട്ട അബ്രാഹത്തിൻ്റെ കൂടെ ദൈവം യാത്ര ചെയ്ത് ആ രാജാവിൻ്റെ അടുക്കൽ പോലും ദൈവത്തിൻ്റെ വലിയ കരം ദർശിക്കുവാനായിട്ട് അബ്രാഹത്തിന് സാധിക്കുക. ഒരു കുഴപ്പമില്ലാതെ രാജാവിൻ്റെ വീട്ടിൽ കുടുംബത്തിൽ മഹാമാരികൾ വരിക. അതിൻ്റെ കാരണം അന്വേഷിച്ച് അബ്രാഹത്തെ സ്വതന്ത്രനാക്കി വിടുകയാണ്. അപ്പം ഇതൊക്കെ പഠിക്കുമ്പോൾ നമ്മുടെയും ജീവിതത്തിൽ ദൈവഹിതം അനുസരിച്ച്, ബൈബിൾ അനുസരിച്ച്, സുവിശേഷം അനുസരിച്ച് ജീവിച്ചാൽ ദൈവം ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഇടപെട്ട് നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം സുരക്ഷിതമായിട്ട് ചെയ്തു തരും എന്ന് വിശ്വസിക്കാൻ, ആഴപ്പെട്ട് വിശ്വസിക്കാനും ദൈവത്തിൽ പരിപൂർണമായിട്ട് ആശ്രയിക്കാനും വേണ്ട കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം അല്ലേ? നല്ല ഈശോയെ, അബ്രാഹത്തെ പോലെ ദൈവത്തെ അനുസരിക്കാനായിട്ട്, ദൈവത്തിൻ്റെ സ്ഥാനത്തുള്ള ഞങ്ങളുടെ മാതാപിതാക്കന്മാരെ, ഗുരുജനങ്ങളെയും അനുസരിക്കുവാൻ, അങ്ങനെ അനുസരിച്ച് അനുഗ്രഹം നേടുവാനായിട്ട് വേണ്ട വലിയ കൃപ, അനുഗ്രഹം അങ്ങ് ഞങ്ങൾക്ക് നൽകണമേ. മനുഷ്യരാൽ ഉണ്ടാകുന്ന എല്ലാ ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും അബ്രാഹത്തെ സംരക്ഷിക്കുകയും ചെയ്തത് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും അങ്ങയെ കൈവിടാതെ, സുവിശേഷത്തെ മാറ്റിവയ്ക്കാതെ ജീവിക്കുവാൻ വേണ്ട കൃപ അങ്ങ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമുക്കൊന്ന് സ്തുതി എല്ലി വീട്ടിലേക്ക് പോകാം അല്ലേ? ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മൾ ഈശോയ്ക്ക് എത്ര സ്തുതിയില്ലാലും അതിൻ്റെ അനുഗ്രഹം നമുക്ക് കിട്ടും. ഇടതും വലതും ഇരിക്കുന്ന നമ്മുടെ കൂട്ടുകാർക്ക് ഒന്ന് സ്തുതി ചൊല്ലി നമുക്ക് വീട്ടിലേക്ക് പോകാം.